പുറത്തേ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് കപ്പ പുഴുങ്ങിയാലോ. അപ്പോൾ നല്ല സൂപ്പ് കപ്പ നമ്മളോട് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ആഹാ, അതിലേക്ക് നമ്മളിതാ മീൻ കറി ഒഴിച്ച് കൊടുക്കുകയാണ്. പുഴവാളയാണ് കേട്ടോ ഈ മീൻ. നല്ലൊരു നെയ്യുള്ളൊരു മീനാണ്. അപ്പം അത് തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച കറിയാണിത്. അപ്പം ഇന്നത്തെ റെസിപ്പി നമ്മുടെ മീൻ കറിയാണ് കേട്ടോ. വാ മീൻ കറി ഉണ്ടാക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ച് നമ്മുടെ പുഴവാള എടുക്കുക. അതിലേക്ക് സവള അരിഞ്ഞത്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില എന്നിവയെല്ലാം കൂടിയിട്ട് അരിഞ്ഞ് വെക്കുക കേട്ടോ. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ മൺചട്ടി പൊട്ടിക്കാരൻ ഞാൻ സ്റ്റീലിൻ്റെ ഒരു പാത്രത്തിലാണ് കറി വെക്കുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ പുളി നല്ല കട്ടിക്ക് തന്നെ പിഴിഞ്ഞ് വെച്ചത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി കൈകൊണ്ട് നന്നായി കുഴച്ചെടുത്ത് മിക്സാക്കി വെക്കുക. ഇതുപോലെ മിക്സാക്കുക. എന്നിട്ട് അതിലേക്ക് രണ്ടാം പാൽ എടുത്ത് വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒന്നാം പാൽ നല്ല കട്ടിക്ക് നമ്മൾ മാറ്റി വെക്കണം. ഇത് രണ്ടാം പാൽ ഒഴിച്ച് രണ്ടാം പാലിലാണ് നമ്മൾ ഇതെല്ലാം ചേർത്ത് വെക്കുന്നത് കേട്ടോ. അങ്ങനെ അടുപ്പിൽ വെച്ചിട്ട് കത്തിക്കുക. നന്നായി തിളച്ച് വരുമ്പോൾ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ച് നമ്മുടെ മീൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നന്നായി സെറ്റാക്കി അടച്ച് വെച്ചിട്ട് മീൻ വേവിച്ചെടുക്കാം. അങ്ങനെ മീനൊക്കെ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കണ്ട കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ അതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഉള്ളി താളിക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വയ്ക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ചെറുതായി അരിഞ്ഞ നല്ല ചുവന്നുള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചുവന്നുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കുക. അതിലേക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇളക്കി കൊടുക്കുക. ഈ കളറൊന്ന് മാറി വരണം കേട്ടോ. അതുവരെ നമുക്ക് മൂപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉലുവട്ട് കൊടുക്കാം. ഉലുവട്ട മീൻ കറിക്കൊരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കൊരു 1/2 സ്പൂൺ മാത്രം കാശ്മീരി മുളക് പൊടി കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ മീൻ കറി ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ച വാളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പുഴുങ്ങിയ കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവെച്ചെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.